Good morning. Good morning, ma'am. Okay, good morning. Okay, Anjana. Good morning. Okay, Sarah, Megha. Okay. Okay, Manita. Dina. Okay. തുടങ്ങാം നമുക്ക് അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? തുടങ്ങാം അല്ലേ? ഓക്കെ. നിങ്ങളൊന്ന് പേജ് നമ്പർ പറയോ? ജസ്റ്റ് ഒന്ന് പേജ് നമ്പർ പറയോ? ടാലന്റ് മാനേജ്മെന്റിന്റെ ഇതിനെ തപ്പിയെടുക്കൽ കുറച്ച് പാടാണ്. ഒന്ന് പറയൂ പേജ് നമ്പർ. ടാലന്റ് മാനേജ്മെന്റ് 80 അല്ലേ? ഓക്കെ. നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ ആണ് പറഞ്ഞത് അല്ലെ? ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിളിൽ വരുന്ന പ്ലാനുകൾ നമ്മൾ പഠിച്ചു അല്ലെ? 7 പ്ലാനുകളായിരുന്നു. ഫീഡ്ബാക്ക് ലൂപ്പ് വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് ആണ് കേട്ടോ. അപ്പൊ അത്രയും വരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും വായിച്ചു നോക്കിയോ? ഫീഡ്ബാക്ക് ലൂപ്പ് വരെ, അതായത് ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ വരെ പഠിച്ചോ? വായിച്ചോ എല്ലാവരും? ഓക്കെ, മനസ്സിലായോ? അത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണ്. ശരി. അപ്പോ നിങ്ങൾ ഈ പറയുന്ന പോലെ ക്ലാസ്സുകൾ കേൾക്കാം, മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് 29th അല്ലെ ടേം എക്സാം തന്നിരിക്കുന്നത്? 29th തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നെക്സ്റ്റ് 2 ക്ലാസ്സിൽ നമുക്കൊരു റിവിഷൻ പോലെ നടത്താം. ഓക്കെ, നമുക്ക് ടേം എക്സാമിൽ വരുന്നതിൽ ഞാൻ എടുത്തേക്കുന്ന ചാപ്റ്റർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക് എടുക്കണ്ട, പകരം നമുക്ക് അതൊന്ന് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസുകളും മറ്റുമൊക്കെ ഒന്ന് ക്ലാസ്സിൽ നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് ഒന്ന് നോക്കാം കേട്ടോ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാ ക്ലാസ് കിട്ടുകയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് മൺഡേയും ഫ്രൈഡേ മാത്രമല്ലേ ക്ലാസ് വരുന്നുള്ളൂ. ക്രിസ്മസിന്റെ അവധി എത്ര ദിവസമാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോ ഇൻ കേസ് നമുക്ക് സമയം കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൺഡേ എന്തായാലും നമുക്ക് ചെറിയൊരു റിവിഷൻ പോലെ എടുക്കാം കേട്ടോ. മൺഡേ പിന്നെ നമുക്ക് ഇനി പറഞ്ഞ ഫ്രൈഡേക്ക് കിട്ടുവാണെങ്കിൽ നമുക്കത് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാനേ. നെക്സ്റ്റ് നോക്കാം കേട്ടോ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് ആണ് കേട്ടോ. ടാലന്റ് മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾക്കറിയാമല്ലോ. ഇനി എന്താണ് ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ പ്രോഗ്രാംസ് ആൻഡ് പ്രാക്ടീസസ് ആണ് അല്ലെ? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ദാറ്റ് ഡിസൈൻഡ് ടു അട്രാക്ട് ദ എംപ്ലോയീസ്, അതുപോലെ തന്നെ ഡെവലപ്പ്, റീറ്റെയിൻ and utilize the skills and abilities of employees to drive the business success. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണം? ഒരു ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം അല്ലെ? അതായത് ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവരുടെ ബിസിനസ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും പിന്നെ എന്ത് വേണം? അവരെ ഡെവലപ്പ് ചെയ്ത്, അവരെ റീറ്റെയിൻ ചെയ്ത്, അവരുടെ സ്കില്ലുകളും എബിലിറ്റികളും നോളജും ഒക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് നേടിയെടുക്കണം? ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം. അതാണ് നമ്മൾ ടാലന്റ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടപ്പിലാക്കുന്ന ചില പ്രോഗ്രാംസ്, ചില നടപടികള്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ടാലന്റ് മാനേജ്മെന്റ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ സംഘടനയുടെ, നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് നമുക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തണം അല്ലെ? ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തി അവരെ ഡെവലപ്പ് ചെയ്ത് അല്ലെ, അവരെ ഈ പറഞ്ഞ പോലെ അവരെ റീറ്റെയിൻ ചെയ്ത് അവരെ നിലനിർത്തിക്കൊണ്ട് അവരുടെ കഴിവുകളും അറിവുകളും അല്ലെ, അവരുടെ പ്രൊഫഷ്യൻസി ഒക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം നമുക്ക് ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട്.
അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ചില പ്രോഗ്രാംസുകള്, ചില പ്രവർത്തനങ്ങള്, നടപടികള്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും 10 ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ്സുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഏതൊക്കെയാണ് നോക്കിയേ. ഫസ്റ്റ് വൺ, മെയിൻറ്റൈനിങ് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി. അതായത് ഒരു ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ വ്യക്തിക്ക് കൊടുക്കുന്ന റെക്കഗ്നീഷൻ ആണ് അല്ലെ, അംഗീകാരമാണ് അല്ലെ, ഒരു വ്യക്തിയെ നമ്മൾ അംഗീകരിക്കുന്നതാണ് അല്ലെ, ഒരു ഐഡന്റിറ്റി നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അവർക്കൊരു അംഗീകാരം കൊടുക്കുക, ഒരു റെക്കഗ്നീഷൻ കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ മെയിൻറ്റെയിനിങ് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി, ഇൻഡിവിജ്വൽസിന്റെ ഐഡന്റിറ്റി നിലനിർത്തുക. പിന്നെന്താണ് പറയുന്നത്, റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ്സ് അല്ലെ, പ്രതിഫലം കൊടുക്കുക, ആനുകൂല്യങ്ങൾക്ക് കൊടുക്കുക അല്ലെ. പിന്നെന്താണ്, പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ്, അവർക്ക് അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ റോൾ ഡിസൈൻ, ജോബ് റൊട്ടേഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, സക്സഷൻ പ്ലാനിങ്, ഫ്ലെക്സിബിലിറ്റി, റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, സെൽഫ് മോട്ടിവേഷൻ. ഇത്രയാണ് ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം ഇനീഷ്യേറ്റീവ്സിലൂടെ നമുക്ക് എന്ത് സാധിക്കും, സക്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ, ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്തുണ്ടാവും, ഓർഗനൈസേഷൻ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ശരിയല്ലേ? ഈ പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. നമുക്ക് ഓരോന്ന് എന്താ നോക്കാം. The managers and the higher authorities needed to take the initiative to pave the way for the personal development and long-term association with the organization. എന്താണ് പറയുന്നത്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മാനേജർമാര് അല്ലെങ്കിൽ ഏറ്റവും ഹയർ അതോറിറ്റീസ്, ഉയർന്ന അധികാരികള് അവരെന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ വികസനത്തിനും അല്ലെ, ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞാൽ എന്താണ്, ഒരു ഓർഗനൈസേഷന്റെ വികസനത്തിനും അതിന്റെ ദീർഘകാല ബന്ധത്തിനും ആവശ്യമായിട്ടുള്ള വഴികൾ ഒരുക്കേണ്ടത് ആരാണ്, ആ സ്ഥാപനത്തിന്റെ മാനേജർമാരും അതിന്റെ ഹയർ അതോറിറ്റീസ് ആണ്. അവരാണ് ആ സ്ഥാപനത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ. ആ ഒരു സ്ഥാപനത്തിന്റെ വികസനത്തിനും അതുപോലെ അതിന്റെ ദീർഘകാല നിലനിൽപ്പിനും ആവശ്യമായിട്ടുള്ള വഴികൾ ഒരുക്കേണ്ടത് ആരാണ്, അവിടുത്തെ മാനേജർമാരും ഹയർ അതോറിറ്റീസും ആണ് അല്ലെ. അവരുടെയാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. So, some of the ways in which a manager can motivate and retain employees are as follows. അപ്പൊ നമുക്ക് ഒരു മാനേജർക്ക് അവരുടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ നിലനിർത്താനും ഒരു മാനേജേഴ്സിന് ഉപയോഗിക്കാവുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? ചുരുക്കി പറഞ്ഞാല് ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? റെക്കഗ്നീഷൻ ആണ്. റെക്കഗ്നീഷൻ എന്ന് പറയുന്ന അർത്ഥമാണ് നമ്മൾ ആദ്യം പറഞ്ഞു പോകുന്നത്. മെയിൻറ്റെയിനിങ് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി, അതായത് ഇൻഡിവിജ്വലിന്റെ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? റെക്കഗ്നീഷൻ, അംഗീകാരം കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. നോക്ക്, recognizing employees' contribution and their work on individual grounds boost self-confidence in them. അതെ, അതായത് നമ്മള് ഓരോ ജോലിക്കാരുടെയും ഓരോ ഇൻഡിവിജ്വൽസിന്റെയും അവരുടെ കോൺട്രിബ്യൂഷൻസ് അല്ലെ, ഓരോ എംപ്ലോയീസിന്റെയും ആ ഒരു കോൺട്രിബ്യൂഷൻസും അതുപോലെ തന്നെ അവരുടെ ജോലിയെ അടിസ്ഥാനമാക്കിയിട്ട് അവർക്ക് അംഗീകാരം കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ശരിയല്ലേ? നമ്മൾ അവരെ അംഗീകരിക്കണം. അവർ ആ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്, എന്തൊക്കെ കോൺട്രിബ്യൂഷൻസുകളാണ് അവർ ചെയ്യുന്നത്, അതുപോലെ തന്നെ അവരുടെ ആ ഒരു വർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അവർക്ക് എന്ത് കൊടുക്കാണ്? ഒരു റെക്കഗ്നീഷൻ കൊടുക്കാണ്, ഒരു അംഗീകാരം നമ്മൾ കൊടുക്കാണ്. അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. എത്രത്തോളം അവർ സെൽഫ് കോൺഫിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നോ അത്രത്തോളം അവർക്ക് എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റും. അവർ കുറേ കൂടെ പ്രൊഡക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. അതിന്റെ ഒരു ഔട്ട്കം എന്തിന് കിട്ടും? ഓർഗനൈസേഷന് കിട്ടും. ശരിയല്ലേ? ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി, അയാൾ ഒരുപാട് ഹാർഡ് വർക്ക് എന്താ പറയുക, ഒത്തിരി കാര്യങ്ങൾ അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾക്ക് ഒരു അംഗീകാരം കൊടുക്കുന്നില്ലെങ്കിൽ
അയാൾക്ക് എന്തുണ്ടാവും, ഒരു എന്താ പറയാ, ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല അല്ലെ. കാരണം അയാൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അയാൾക്ക് ഒരു അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ, റിവാർഡ് ലഭിക്കാതെ വരുമ്പോൾ അവർക്ക് എന്തുണ്ടാവും, അവരുടെ മനോവീര്യം അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇതിന് എന്താ ചെയ്യുന്നത്, റെക്കഗ്നീഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഒരു മെത്തേഡാണ്. ഓക്കെ, എന്താണ് റെക്കഗ്നീഷൻ. ഇതാ രണ്ടാമത്തെ പോയിന്റ് എന്താണ്, റെമ്യൂണറേഷൻ ആൻഡ് റിവാർഡ്. അതായത് ശമ്പളവും പ്രതിഫലവും കൊടുക്കുക എന്നുള്ളതാണ്. ശമ്പളവും പ്രതിഫലവും കൊടുക്കുക നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ടാലന്റ് മാനേജ്മെന്റിൽ എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ, നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നുണ്ട്, അവർക്ക് പ്രൊമോഷൻസ് കൊടുക്കുന്നുണ്ട്, റിവാർഡ്സ് കൊടുക്കുന്നുണ്ട്, അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ട്, ശമ്പളം കൊടുക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നോക്കിയേ, increasing pay and remuneration of the employees as a reward for their better performance. അതായത് നമ്മൾ ഈ പറയുന്ന എംപ്ലോയീസിന്റെ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാം അല്ലെ, അവർക്ക് നല്ല പ്രതിഫലങ്ങൾ കൊടുക്കാം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ മൊറാലെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ, അത് മറ്റൊരു മാർഗമാണ് അല്ലെ, റെമ്യൂണറേഷൻ ആൻഡ് റിവാർഡ്. അതായത് ഓരോ എംപ്ലോയിക്കും അവരുടെ പെർഫോമൻസിനനുസരിച്ച്, അവർ എത്രത്തോളം പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ച് അവർക്കൊരു എന്ത് ചെയ്യുക, പേയ്മെന്റ് അവർക്ക് കൂടുതൽ കൊടുക്കുക അല്ലെ, അവർക്ക് ശമ്പളം കൊടുക്കുക, അവർക്ക് പ്രതിഫലം കൊടുക്കുന്നതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ്. അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ്, അവർക്ക് അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. നോക്കുക, ഗിവിംഗ് ദ ചാർജ് ഓഫ് ചാലഞ്ചിങ് പ്രോജക്ട്സ് ടു ദ എംപ്ലോയീസ് along with the authority and responsibility of the same makes them more confident. അതായത് നമ്മൾ ഈ പറയുന്ന എംപ്ലോയീസിന് കുറച്ചും കൂടെ ചാലഞ്ചിങ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ കൊടുക്കാം, കുറച്ചും കൂടെ വെല്ലുവിളി നിറഞ്ഞ പ്രോജക്റ്റുകളുടെ ചുമതല അവർക്ക് കൊടുക്കാം. അതിന്റെ അധികാരവും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ അവർക്ക് കൊടുക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അവരെ കുറേയും കൂടെ കോൺഫിഡന്റ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ശരിയല്ലേ, അവർക്ക് കുറച്ചും കൂടെ ചാലഞ്ചിങ് ആയിട്ടുള്ള പ്രോജക്ട്സുകൾ കൊടുക്കുക, അതിനുള്ള കേപ്പബിലിറ്റി അവർക്കുണ്ട് അല്ലെ. അതിനുള്ള ചാലഞ്ചിങ് പ്രോജക്ട്സുകൾ കൊടുക്കുക, അതിന്റെ ചുമതല കൊടുക്കുക, അതിന്റെ അധികാരവും അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ആ ചാലഞ്ചിങ് പ്രോജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെസ്പോൺസിബിലിറ്റീസും അധികാരവും ആർക്ക് കൊടുക്കുക, എംപ്ലോയീസിന് കൊടുക്കുന്നതിലൂടെ നമുക്ക് അവരെ കുറേയും കൂടെ കോൺഫിഡന്റ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് എന്താണ്, റോൾ ഡിസൈൻ ആണ്. എന്താണ് റോൾ ഡിസൈനിൽ പറയുന്നത് നോക്കിയേ, ദ റോൾ ഓഫ് എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷൻ മസ്റ്റ് ബി ഡിസൈനഡ് ടു കീപ് ദം occupied and committed. It must be flexible enough to inculcate and adapt to the employees' talent and knowledge. മറ്റൊരു കാര്യം റോൾ ഡിസൈൻ ആണ്. റോൾ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന റോള് എന്ന് വെച്ചാൽ അവരുടെ ജോബ് റോള് അല്ലെ, അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പെർട്ടിക്കുലർ ജോബ് പൊസിഷൻ ഉണ്ടല്ലോ. അതെന്ന് പറഞ്ഞാൽ എപ്പോഴും എങ്ങനെയായിരിക്കണം, ആ എംപ്ലോയീസിന് ആ ഒരു സ്ഥാപനത്തോട് കൂടുതൽ ഒക്യുപ്പൈഡ് ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനോട് കൂടുതൽ കമ്മിറ്റഡ് ആവുന്ന തരത്തിലുള്ള ജോബ് റോളുകളാണ് ആർക്ക് കൊടുക്കേണ്ടത്, എംപ്ലോയീസിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അതായത് എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു വാല്യൂ കൽപ്പിക്കാം, അവർക്കൊരു നല്ല ജോബ് റോള് കൊടുക്കാം. അവർക്ക് കൊടുക്കുന്ന ജോബ് റോൾ എന്ന് പറഞ്ഞാൽ ആ എംപ്ലോയീസിന് ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് കുറേയും കൂടെ കമ്മിറ്റഡ് ആയിട്ട് പ്രവർത്തിക്കാനും അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനോട് കൂടുതൽ ഒക്യുപ്പൈഡ് ആകാനും കഴിയുന്ന രീതിയിലുള്ള ജോബ് റോളുകൾ അവർക്കായിട്ട് ഡിസൈൻ ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തുണ്ടാവും, ഇറ്റ് മസ്റ്റ് ബി ഫ്ലെക്സിബിൾ ഇനഫ് ടു ഇൻകൾക്കേറ്റ് ആൻഡ് അഡാപ്റ്റ് ടു ദ എംപ്ലോയീസ് ടാലന്റ് ആൻഡ് നോളജ്. അത് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന എംപ്ലോയീസിന്റെ ടാലന്റ്, അവരുടെ സ്കില്ല്, അവരുടെ നോളജ്, അതിനെ വളർത്താനും അതിനെ പൊരുത്തപ്പെടാനും കഴിയുന്ന രീതിയിലുള്ള ഒരു എൻവിയോൺമെന്റ് ആണ്. ആ രീതിയിലുള്ള ഒരു എൻവിയോൺമെന്റ് ആയിരിക്കണം ഇവിടെ ഉണ്ടായിരിക്കേണ്ടത്, ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു ജോബ് റോളാണ് അവർക്ക് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അതായത് അവർക്ക് അവരുടെ സ്വതന്ത്രമായിട്ട് അവരുടെ നോളജും അവരുടെ സ്കില്ലുകളും അവരുടെ ടാലന്റും ഒക്കെ അംഗീകരിക്കുകയും അതിന് പൊരുത്തപ്പെടാൻ കഴിയുന്ന രീതിയിൽ വളരെയധികം ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എൻവിയോൺമെന്റ് ആയിരിക്കണം എവിടെ ഉണ്ടായിരിക്കേണ്ടത്, ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായി? നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഉദ്ദേശം എന്താണ്, അവരെ ഏറ്റവും നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെ, അവരെ ഏറ്റവും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക, അവർക്ക് വേണ്ട ആ ഒരു മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതാണ് ഈ പറഞ്ഞത് റോൾ ഡിസൈൻ. ഓക്കെ,
അടുത്തത് എന്താണ്? ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷനെ പറ്റി നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയീസ് ഫ്രം വൺ ജോബ് ടു അനദർ അല്ലെ? ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് നമ്മൾ ഈ പറയുന്ന എംപ്ലോയീസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ജോബ് റൊട്ടേഷൻ എന്നാണ് നമ്മൾ പറയാം. എന്തുകൊണ്ടാണ് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. അതിന് സ്ഥിരമായിട്ട് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ അതിന് മാസ്റ്റർ ആവും അല്ലെ? നമുക്ക് നല്ല എക്സ്പീരിയൻസിലാവും, നമ്മൾ അതിനകത്ത് മാസ്റ്റർ ആയിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ മറ്റുള്ള ജോലികൾ ചെയ്യുന്നതിന്റെ വാല്യൂ നമുക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അതേസമയം നമ്മൾ ജോബ് റൊട്ടേഷൻ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? നമ്മളൊരു ജോലിയിൽ ഇരിക്കുന്നു, അതിൽ നിന്ന് നമ്മൾ ഒരുപാട് സ്കില്ലും എക്സ്പീരിയൻസ് നോളജും ഒക്കെ നമ്മൾ അക്വയർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ മറ്റൊരു ജോലിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ്, പുതിയൊരു ജോലിയിലേക്ക് കയറുന്നു. അവിടെ നമ്മൾ എന്താണ് പ്രവർത്തിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് നോളജ് അവിടെ നിന്ന് നമുക്ക് കിട്ടും. അതിന് മാസ്റ്റർ ആവുന്നതോടൊപ്പം തന്നെ അടുത്ത ജോലിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് കിട്ടും. ഓക്കെ, വായിച്ചു നോക്കിയോ? അത്രയും ഭാഗങ്ങള് ഒന്ന് വായിച്ചു നോക്കിയോ? റെക്കഗ്നീഷനും റെമ്യൂണറേഷനും. നെക്സ്റ്റ് വരുന്നതാണ് ജോബ് റൊട്ടേഷൻ ട്ടോ. അപ്പൊ ജോബ് റൊട്ടേഷന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഒരു ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ മറ്റൊരു ജോലിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ നോക്കാം, എംപ്ലോയീസ് ലാക്ക് enthusiasm if they perform the same kind of work daily അല്ലെ? അതായത് നമ്മൾ ഒരേ തരത്തിലുള്ള ജോലി ഡെയിലി ഒരേ തരത്തിലുള്ള ജോലി ചെയ്യുമ്പോൾ അത് എംപ്ലോയീസിന്റെ ഉത്സാഹം കുറയ്ക്കും അല്ലെ? അവർക്ക് അതിനോടൊരു മടുപ്പ് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് എന്ത് ചെയ്യാം? the job rotation or temporary shifting of employees from one job to another within the organization is essential to keep them engaged and motivated. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജോബ് റൊട്ടേഷൻ നടത്തണം അല്ലെ? ജോബ് റൊട്ടേഷൻ നടത്താം, അല്ലെങ്കിൽ നമ്മൾ എംപ്ലോയീസിന് താൽക്കാലികമായിട്ട് ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ കൂടുതൽ എൻഗേജ്ഡ് ആക്കാനും അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് എന്ത് ജോബ് റൊട്ടേഷന്റെ പ്രത്യേകത. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലെ? നെക്സ്റ്റ് വരുന്നത് എന്താണ്? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. അതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് ഓൺ ദ ജോബ് ട്രെയിനിങ്, ഇ ലേണിംഗ് പ്രോഗ്രാംസ്, വർക്ക് റിലേറ്റഡ് ട്യൂട്ടോറിയൽസ്, educational courses, internship, etc. are essential to enhance the competencies, skills and knowledge of the employees. അതായത് നമ്മൾ ഈ പറയുന്ന ഓൺ ദ ജോബ് ട്രെയിനിങ് അതുപോലെ ഇ ലേണിംഗ് പ്രോഗ്രാംസുകള്
വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പരിശീലനങ്ങള്, വിദ്യാഭ്യാസ കോഴ്സുകള്, ഇന്റേൺഷിപ്സ്, ഇതെല്ലാം തന്നെ എന്താണ് എംപ്ലോയീസിന്റെ കഴിവുകള്, അവരുടെ നോളജ്, അവരുടെ സ്കില്ലുകള് അതൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമുക്കറിയാലോ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഓൺ ദ ജോബ് ട്രെയിനിങ്, ഇ ലേണിംഗ് പ്രോഗ്രാംസ്, വർക്ക് റിലേറ്റഡ് ട്യൂട്ടോറിയൽസ്, ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയീസിന്റെ ആ ഒരു സ്കില്ലും നോളജും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സക്സഷൻ പ്ലാനിങ്. സക്സഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്തുടർച്ച ആസൂത്രണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാല് ഇന്റേണൽ പ്രൊമോഷൻസ് ഹെൽപ്സ് ഐഡന്റിഫൈ ആൻഡ് ഡെവലപ്പ് an individual who can be a successor to the senior positions in the organization. അതായത് നമ്മുടെ ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും ഉയർന്ന പൊസിഷനിലേക്ക് ഇനി സാധ്യതയുള്ള ആളുകളെ അത് കണ്ടെത്താനും അതുപോലെ അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്? ഇന്റേണൽ പ്രൊമോഷൻസുകളെ സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? ഇതിപ്പോ ഒരു ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഒരു ജോബ് പൊസിഷൻ വേക്കന്റ് ആവാണെന്ന് വിചാരിക്കും, ഒരു സീനിയർ റോൾ ആണെന്ന് വിചാരിക്കാം. അവിടെ ആരെങ്കിലും റിസൈൻ ചെയ്തു പോയി അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ വേക്കന്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് ആ റോൾ ആര് കൈകാര്യം ചെയ്യണം? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സക്സഷൻ പ്ലാനിങ്ങിനെ പറ്റിയിട്ട്. അതാണ് അവിടെ പറയുന്നത്, ഒരു ഓർഗനൈസേഷന്റെ ഏതെങ്കിലും ഒരു സീനിയർ പൊസിഷനിലേക്ക് ഇനി നെക്സ്റ്റ് പിൻഗാമി ആവാനായിട്ട് സാധ്യതയുള്ള ആളുകളെ നമ്മൾ കണ്ടെത്താം. അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു, ഇന്റേണൽ പ്രൊമോഷൻസുകളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വരുന്നതാണ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റിയിൽ എന്താണ് പറയുന്നത്? Providing a flexible work environment to the employees makes them more adaptable to the organization and brings out their creativity. That is, providing a flexible work environment to the employees. അതായത് എംപ്ലോയീസിന് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? That the employees are free to express their ideas, take part in the decision making process. അതായത് അവർക്ക് അവരുടെ ഐഡിയാസ്, അവരുടെ ആശയങ്ങൾ വളരെ സ്വതന്ത്രമായിട്ട് എക്സ്പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ പങ്കാളികളായിക്കൊണ്ട് അവർക്ക് ഏറ്റവും നല്ലൊരു പോസിറ്റീവ് വർക്ക് പ്ലേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. കാര്യം ഇതിനു വേണ്ടിയിട്ടാണ് അവർക്ക് അവരുടെ ഐഡിയാസും അവരുടെ തോട്ട്സുകളൊക്കെ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം. അതേ രീതിയിൽ അവർക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് എന്ത് ചെയ്ത് കൊടുക്കാം? മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഫ്ലെക്സിബിലിറ്റി. അടുത്തത് എന്താണ്? റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ് കേട്ടോ. എന്താണ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് മെയിൻറ്റെയിനിങ് എ പോസിറ്റീവ് വർക്ക് പ്ലേസ് where the employees are free to express their ideas, take part in the decision making process. അയ്യോ, ഞാൻ പറഞ്ഞാൽ മാറിപ്പോയോ? ഫ്ലെക്സിബിലിറ്റി ഇല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? മാറിപ്പോയി തോന്നുന്നു അല്ലേ? ഫ്ലെക്സിബിലിറ്റിയിൽ പറഞ്ഞെന്തായിരുന്നു? പ്രൊവൈഡിങ് എ ഫ്ലെക്സിബിൾ വർക്ക് എൻവയോൺമെന്റ് ടു ദ എംപ്ലോയീസ് മേക്സ് ദം മോർ അഡാപ്റ്റബിൾ ടു ദ ഓർഗനൈസേഷൻ ആൻഡ് ബ്രിങ്സ് ഔട്ട് ദെയർ ക്രിയേറ്റിവിറ്റി. സോറി ട്ടോ, മാറിപ്പോയതാണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ആ ഒരു വർക്ക് എൻവയോൺമെന്റ് കുറെ കൂടെ ഫ്ലെക്സിബിൾ ആക്കണം. എങ്ങനെ ഫ്ലെക്സിബിൾ ആക്കണം? അതായത് ആ ഒരു എംപ്ലോയീസിന് കൂടുതൽ പൊരുത്തപ്പെടാൻ കഴിയുന്ന രീതിയിൽ ഫ്ലെക്സിബിൾ ആക്കാം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ക്രിയേറ്റിവിറ്റി കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? പുറത്തേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതാണ് കേട്ടോ ഫ്ലെക്സിബിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ് മാറിപ്പോയതാണ്. അപ്പൊ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു വർക്ക് എൻവയോൺമെന്റ് ആ എംപ്ലോയീസിന്റെ കഴിവുകൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ക്രിയേറ്റിവിറ്റി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് കേട്ടോ. അതാണ് നേരത്തെ പറഞ്ഞത്. മെയിൻറ്റെയിനിങ് എ പോസിറ്റീവ് വർക്ക് പ്ലേസ് where employees are free to express their ideas. അവരുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ഒരു പോസിറ്റീവ് വർക്ക് പ്ലേസ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെന്താണ്? എൻകറേജ് എംപ്ലോയീസ് ടു അച്ചീവ് ദ ഗോൾസ് ആൻഡ് റിവാർഡഡ് ഫോർ ദ ബെറ്റർ പെർഫോമൻസ് ദാറ്റ് ലീഡ്സ് ടു എംപ്ലോയി റിട്ടൻഷൻ. അപ്പൊ അതിലൂടെ നമുക്ക് എംപ്ലോയീസിനെ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. അതുപോലെ ഏറ്റവും നല്ല പെർഫോമൻസിന് അവർക്ക് പ്രതിഫലം കൊടുക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് എംപ്ലോയീസിനെ നിലനിർത്താനും സാധിക്കും. ആ രീതിയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
പിന്നെ എന്താണ്? സെൽഫ് മോട്ടിവേഷൻ ആണ് കേട്ടോ. Nothing can be effective if the employee is not self-determined and motivated to work. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സെൽഫ് മോട്ടിവേഷൻ. അതായത് ഒരു എംപ്ലോയി സെൽഫ് മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ സെൽഫ് ഡിറ്റർമിൻഡ് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും തന്നെ എന്തുണ്ടാവില്ല, ഇഫക്റ്റീവ് ആവില്ല. കാര്യം നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം. അതിനെല്ലാത്തിനേക്കാൾ ഉപരി അവർ സെൽഫ് കോൺഫിഡന്റ് ആയിരിക്കണം, അല്ലെ, അവർ സെൽഫ് ഡിറ്റർമിൻഡ് ആയിരിക്കണം, സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങളും എന്തുണ്ടാവില്ല, ഇഫക്റ്റീവ് ആവില്ല. സെൽഫ് മോട്ടിവേഷനും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. മനസ്സിലായോ? ഇത്രയുമാണ് ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് വരുന്നത്. ഓക്കെ ആണോ? എല്ലാ പോയിന്റുകളും നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. വായിക്കൂ കേട്ടോ. ഓക്കെ, എല്ലാവർക്കും എല്ലാ പോയിന്റുകളും ക്ലിയർ അല്ലേ? ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ അല്ലേ? അറിഞ്ഞിരിക്കുന്നു കേട്ടോ. ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാലോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. എന്താണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്? ഇതുവരെ നമ്മൾ പഠിച്ചത് ടാലന്റ് മാനേജ്മെന്റ് ആണ് കേട്ടോ. ടാലന്റ് മാനേജ്മെന്റ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആണ്. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഒരു കാര്യം പറയാം. പൊതുവെ നമ്മുടെ കോമ്പൻസേഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് എന്താ വരിക? നഷ്ടപരിഹാരം, അങ്ങനെയല്ലേ തോന്നുക? കോമ്പൻസേഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെയാ വരുന്നത്, അല്ലെ? നഷ്ടപരിഹാരം. ഇവിടെ അർത്ഥം നഷ്ടപരിഹാരം എന്നുള്ള അർത്ഥമല്ല കേട്ടോ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഇറ്റ് ഇസ് ദ ടോട്ടൽ റിവാർഡ്സ് പാക്കേജ് ആണ് ദാറ്റ് ഈസ് ഓഫേർഡ് ടു ദ എംപ്ലോയീസ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ദെയർ വർക്ക്. എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയീസ് അവര് ചെയ്യുന്ന വർക്കിന് നമ്മൾ കൊടുക്കുന്ന പ്രതിഫലം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കോമ്പൻസേഷൻ കേട്ടോ. അല്ലാണ്ട് നഷ്ടപരിഹാരം എന്നുള്ള അർത്ഥമല്ല ഇവിടെ കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് ദ ടോട്ടൽ റിവാർഡ്സ് പാക്കേജ് ആണ് ദാറ്റ് ഈസ് ഓഫേർഡ് ടു ദ എംപ്ലോയീസ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ദെയർ വർക്ക്. അതായത് ഒരു എംപ്ലോയീസിന് അവര് ചെയ്യുന്ന ജോലികൾക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രതിഫലം, അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? സാലറി ഉൾപ്പെടുന്നുണ്ട്, ബെനിഫിറ്റ്സുകൾ ഉൾപ്പെടുന്നുണ്ട്, ബോണസുകൾ ഉൾപ്പെടുന്നുണ്ട്, അതർ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സുകൾ എല്ലാം തന്നെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. മനസ്സിലായല്ലോ? ശമ്പളം മാത്രമല്ല, ഇപ്പൊ ബോണസുകൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഹെൽത്ത് ഇൻഷുറൻസ് പോലുള്ള ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ പണമല്ലാതെ കൊടുക്കുന്ന ആനുകൂല്യങ്ങളാണ്. ഒപ്പം എന്തും വരും? നഷ്ടപരിഹാരവും വരും. അത് വരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ കൊടുക്കുന്നില്ലേ? അതൊരു കോമ്പൻസേഷൻ തന്നെയാണ്, അല്ലെ? അപ്പൊ നമ്മൾ ഓർത്തു വെക്കുക കേട്ടോ. ആ ഒരു എപ്പോഴും ഓർക്കുക, കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിന്റെ ഈ പറയുന്ന പ്രതിഫല, അല്ലെ, പ്രതിഫല ശമ്പള സംവിധാനങ്ങളൊക്കെ എന്താണ് ഈ പറയുന്ന പോലെ രൂപകൽപ്പന ചെയ്യാനും അത് നടപ്പിലാക്കാനും കൈകാര്യം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു സ്ഥാപനത്തിന്റെ പ്രതിഫല സംവിധാനങ്ങള്, അവരുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള പ്രതിഫല സംവിധാനങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുകയും നടപ്പിലാക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ജീവനക്കാരുടെ ശമ്പളം, അതുപോലെ മറ്റ് ആനുകൂല്യങ്ങള്, ബോണസുകള് എന്നിവ ഉൾപ്പെടുന്ന എല്ലാ നിയന്ത്രണങ്ങളും നടപടികളും ഈ ഒരു കോമ്പൻസേഷൻ മാനേജ്മെന്റിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? കോമ്പൻസേഷൻ മാനേജ്മെന്റ് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വായിക്കാം കേട്ടോ. ശ്രദ്ധിക്കാം. കോമ്പൻസേഷൻ മാനേജ്മെന്റ് refers to the establishment and implementation of sound policies, programs and practices of employee compensation. എംപ്ലോയിയുടെ കോമ്പൻസേഷൻ, അതായത് നമ്മൾ എംപ്ലോയീസിന്റെ പ്രതിഫലം, അല്ലെ, അവരുടെ ശമ്പളം പ്രതിഫലങ്ങളൊക്കെ
ഉൾപ്പെടുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട പോളിസികള്, പ്രോഗ്രാംസുകള്, പ്രാക്ടീസസ് അല്ലെ, പ്രവർത്തനങ്ങള് അതെല്ലാം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന, നടപ്പിലാക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് വിളിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നോക്കാം. ഇറ്റ് ഈസ് essentially the application of a systematic and scientific approach for compensating the employees for their work in a fair, equitable and logical manner. എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പറയുന്ന ജീവനക്കാർക്ക് അവർക്ക് ഏറ്റവും തുല്യവും ന്യായവുമായിട്ടുള്ള രീതിയിൽ, അവരുടെ യുക്തിപരമായിട്ടുള്ള രീതിയിൽ അവർക്ക് അവരുടെ പ്രതിഫലങ്ങൾ ലഭിക്കാനായിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അപ്രോച്ചാണിത് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. കാര്യം ഒരു ആളുകൾ അവിടെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് എന്താണ്, അവർക്ക് ന്യായമായിട്ടുള്ള ഒരു പ്രതിഫലം ലഭിക്കണം അല്ലെ. ന്യായമായിട്ടുള്ള പ്രതിഫലം മാത്രമല്ല, തുല്യമായിട്ടുള്ള പ്രതിഫലം ലഭിക്കണം. അവർ ചെയ്യുന്ന ജോലിക്ക് ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു പ്രതിഫലം അവർക്ക് ലഭിക്കണം അല്ലെ. അതിനു വേണ്ടിയിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു സമീപനമാണ് നമ്മൾ എന്തിനകത്ത് നടപ്പിലാക്കുന്നത്? കോമ്പൻസേഷൻ മാനേജ്മെന്റിനകത്ത് നടപ്പിലാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്കാം. കോമ്പൻസേഷൻ മാനേജ്മെന്റ് is concerned with the compensation to employees for their work and contribution for attaining the organizational goals. അതായത് നമ്മൾ ഈ പറയുന്ന എംപ്ലോയീസിന് ഈ ബിസിനസ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന അവരുടെ വർക്ക്, അതുപോലെ അവരുടെ സംഭാവനകള്, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. അത് പഠിക്കുമ്പോൾ ടാലന്റ് മാനേജ്മെന്റുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാം. ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിന്റെ കഴിവും അറിവും അവരുടെ എന്താണ് സ്കില്ലുകളും ഒക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ ബിസിനസ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസ് ചെയ്യുന്ന വർക്കുകള് അല്ലെങ്കിൽ അവര് നൽകുന്ന കോൺട്രിബ്യൂഷൻസിന് പ്രതിഫലം കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് പഠിക്കുന്നത് കമ്പയർ ചെയ്ത് പഠിക്കാം കേട്ടോ. ഇനി എന്താണ്? Obviously, it is concerned with the designing and implementing total compensation package. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു ടോട്ടൽ റിവാർഡ് പാക്കേജ് ആണ് അല്ലെ. ടോട്ടൽ റിവാർഡ് പാക്കേജ് ആണ്. ഓക്കെ, അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. It is concerned with the designing and implementing total compensation package. അല്ലേ? അടുത്തതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ്? It is also known as wage and salary administration or remuneration management. അപ്പൊ നമ്മള് കോമ്പൻസേഷൻ മാനേജ്മെന്റ് അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? വേജ് മാനേജ്മെന്റ്, പിന്നെന്താണ്? സാലറി അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ്, മറ്റൊരു പേരെന്താണ്? റെമ്യൂണറേഷൻ മാനേജ്മെന്റ്. അപ്പൊ എന്തൊക്കെ പേരുകളിലാണ് നമ്മൾ അറിയപ്പെടുന്നത്? വേജ് മാനേജ്മെന്റ്, സാലറി അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ്, റെമ്യൂണറേഷൻ മാനേജ്മെന്റ് എന്നത് അറിയപ്പെടുന്നു കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കിയേ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? നെക്സ്റ്റ് നമുക്ക് അതിന്റെ ഒരു ഡെഫിനേഷൻ പഠിക്കാം കേട്ടോ. ഡെഫിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നോക്കാം. അക്കോർഡിംഗ് ടു കാസിയോ, കാസിയോന്റെ ഡെഫിനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് in 1995 കേട്ടോ. അദ്ദേഹം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കോമ്പൻസേഷൻ ഇൻക്ലൂഡ്സ് ഡയറക്റ്റ് ക്യാഷ് പേയ്മെന്റ്സ് ആൻഡ് indirect payments in form of employees benefits and incentives to motivate employees to strive for higher levels of productivity. അതൊരു ഡെഫിനേഷൻ ആണ് കേട്ടോ. അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മള് ഒരു ഹയർ പ്രൊഡക്ടിവിറ്റിയോട്, ഏറ്റവും ഉത്പാദനക്ഷമതയോട് കൂടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് അല്ലെങ്കിൽ പരിശ്രമിക്കാനായിട്ട് ജീവനക്കാരെ പ്രേരിപ്പിക്കുന്ന
പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അവർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റുകളും ആനുകൂല്യങ്ങളുമാണ് അല്ലെ. അത് ഈ പറയുന്ന ബെനിഫിറ്റുകളും ഇൻസെന്റീവ്സുകളും ഒക്കെ നമ്മൾ എന്ത് രൂപത്തിലാണ് കൊടുക്കുന്നത്? ഡയറക്റ്റ് ക്യാഷ് പേയ്മെന്റ്സ് ആയിട്ട് കൊടുക്കുന്നു, ഇൻഡയറക്റ്റ് പേയ്മെന്റ്സ് ഒക്കെ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് കോമ്പൻസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ഡെഫിനിഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അതായത് ഏറ്റവും ഉയർന്ന പ്രൊഡക്ടിവിറ്റിയിൽ വർക്ക് ചെയ്യാനായിട്ട് ജീവനക്കാരെ പ്രേരിപ്പിക്കുന്ന ബെനിഫിറ്റ്സുകളുടെയും ഇൻസെന്റീവ്സുകളുടെയും രൂപത്തിന് നമ്മൾ ക്യാഷ് പേയ്മെന്റ്സുകളും ഇൻഡയറക്റ്റ് പേയ്മെന്റ്സുകളും ഒക്കെ കൊടുക്കുന്നതിനെയാണ് കോമ്പൻസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്? അവർക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണം അല്ലെ. വളരെ ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ആനുകൂല്യം കൊടുക്കണം, അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കണം. അതെങ്ങനെ കൊടുക്കണം? ഏത് രൂപത്തിൽ കൊടുക്കണം? ഒന്നുകിൽ ഡയറക്റ്റ് ക്യാഷ് പേയ്മെന്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ക്യാഷ് അല്ലാതെയുള്ള ബെനിഫിറ്റുകൾ. ഇപ്പൊ നമ്മൾ പറയില്ലേ, നോൺ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റുകൾ കൊടുക്കാം. ഇപ്പൊ ഈ പറയുന്ന പോലെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്ക് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം. അതൊക്കെ എന്താണ്? നമ്മൾ പണത്തിന് പുറമേ കൊടുക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളാണ്. അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ടാണ് നമുക്ക് അവരെ കുറെ കൂടെ പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രേരിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൻസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൺസെപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. ഇപ്പൊ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. കൺസെപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് നോക്കുക. കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആൾസോ നോൺ ആസ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ, റെമ്യൂണറേഷൻ മാനേജ്മെന്റ് ഓർ റിവാർഡ് മാനേജ്മെന്റ്. അതെല്ലാ പേരുകളും നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പല പല പേരിൽ ചോദിക്കാം. വേജ് മാനേജ്മെന്റ് എന്ന് ചോദിക്കാം, സാലറി അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് എന്ന് ചോദിക്കാം, റെമ്യൂണറേഷൻ മാനേജ്മെന്റ് എന്ന് പറയാം, റിവാർഡ് മാനേജ്മെന്റ് എന്ന് പറയാം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്ത് തന്നെയാണ്? കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന മറ്റു പേരുകളാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണേ. അത് നോക്കാം. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡിസൈനിങ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് എ ടോട്ടൽ കോമ്പൻസേഷൻ പാക്കേജ്. വീട്ടിൽ അത് തന്നെയാണ് പറയുന്നത്. ഒരു ടോട്ടൽ കോമ്പൻസേഷൻ പാക്കേജ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിനകത്ത് സാലറി ഉണ്ട്, ബോണസ് ഉണ്ട്, മറ്റു പല ബെനിഫിറ്റ്സുകൾ എല്ലാം തന്നെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത നോക്കിയേ. ദ ട്രഡീഷണൽ കൺസെപ്റ്റ് ഓഫ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ emphasized on only the determination of wage and salary structures in organizational settings. അതായത് നമ്മൾ പണ്ടത്തെ ഒരു ട്രഡീഷണൽ കൺസെപ്റ്റ് ആണ് പറയുന്നത്. അതായത് പണ്ടത്തെ ഒരു പാസ്റ്റ് കൺസെപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു പഴയൊരു കൺസെപ്റ്റ് എങ്ങനെയായിരുന്നു എന്നറിയോ? അത് ഫോക്കസ് ചെയ്തിരുന്നത് എന്തിന് മാത്രമായിരുന്നു? അതായത് ഒരു പാസ്റ്റ് കൺസെപ്റ്റ് ഓഫ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അത് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് എന്തിന് മാത്രമായിരുന്നു? ഡിറ്റർമിനേഷൻ ഓഫ് വേജ് ആൻഡ് സാലറി സ്ട്രക്ചേഴ്സ് ഇൻ ഓർഗനൈസേഷൻ സെറ്റിംഗ്സ്. അതായത് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൗ മച്ച് പേ ടു എംപ്ലോയീസ്, എംപ്ലോയീസിന് എത്ര എമൗണ്ട് ആണ് പേ ചെയ്യുന്നത്, അവർക്ക് എത്രയാണ് സാലറി കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് പണ്ടത്തെ വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ ഫോക്കസ് ചെയ്തിരുന്നത്. വേറെ ഒന്നിലും അതിനകത്ത് മറ്റുള്ള ആനുകൂല്യങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ബോണസുകളെ പറ്റിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹെൽത്ത് ഇൻഷുറൻസ് പോലെയുള്ള അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് പോലെയുള്ള മറ്റൊരു ആനുകൂല്യങ്ങളെ പറ്റിയൊന്നും അവിടെ ഫോക്കസ് ചെയ്തിരുന്നില്ല. ആകെ ഫോക്കസ് ചെയ്തത് എന്തിനു മാത്രമായിരുന്നു? അവർക്ക് ഹൗ മച്ച് പേ ടു എംപ്ലോയീസ്, എംപ്ലോയീസിന് എത്ര എമൗണ്ട് ആണ് പേ ചെയ്യുന്നത്, അവരുടെ പേ സ്കെയിൽ, അവരുടെ ഒരു ശമ്പള സ്കെയിൽ എത്രയാണ്, ശമ്പളം കൊടുക്കുക, ഓരോ എംപ്ലോയീസിന് ഇത്ര ശമ്പളം എന്നുള്ള രീതിയിലേക്ക് മാത്രമായിരുന്നു പണ്ടത്തെ ഒരു വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ അതിന് മാത്രം ഫോക്കസ് ചെയ്തത്. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് അങ്ങനെയല്ല. ഇതാണ് അവിടെ പറയുന്നത്. However, over the passage of time, many more forms of compensation entered the business field. That means new forms of compensations are emerged in the business field. പുതിയ ഫോംസ് ഓഫ് കോമ്പൻസേഷൻസ് നമ്മുടെ ബിസിനസ് ഫീൽഡിൽ വരാനായിട്ട് തുടങ്ങി. എന്ന് പറഞ്ഞ ശമ്പളം എന്നുള്ള രീതിയിൽ മാത്രമല്ല, ബോണസുകള്, അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സുകള്, അങ്ങനെയുള്ള പുതിയ പല കോമ്പൻസേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ബിസിനസ് ഫീൽഡിലേക്ക് എമർജ് ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. Which necessitated to take the wage and salary administration in a comprehensive way with a suitable change in its nomenclature. കണ്ടോ? അപ്പൊ കുറച്ചുകൂടെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കുറെ കൂടെ സമഗ്രമായിട്ടുള്ള രീതിയിലുള്ള ഒരു കോമ്പൻസേഷനിലൂടെ ആ ഒരു സമീപനം മാറി എന്നാണ് പറയുന്നത്.
കിട്ടിയല്ലോ. അപ്പൊ കോമ്പൻസേഷൻ മാനേജ്മെന്റ് കൺസെപ്റ്റ് പണ്ടത്തെ ഒരു കൺസെപ്റ്റ് ഇപ്പോഴത്തെ കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തൊന്ന് മാത്രമാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഹൗ മച്ച് പേ ടു എംപ്ലോയീസിന് എത്ര ശമ്പളം കൊടുക്കുന്നു അത് മാത്രമേ അവിടെ കൺസിഡർ ചെയ്തുള്ളൂ. എത്ര രൂപ കൊടുക്കണം, ഓരോരുത്തരുടെ പേ സ്കെയിൽ എത്രയാണ്, അതിന് മാത്രം ആണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോ ബിസിനസ് ഫീൽഡിൽ കുറെ കൂടെ പുതിയ പുതിയ കോമ്പൻസേഷൻ പാറ്റേണുകൾ വന്നു. നമ്മൾ ശമ്പളം എന്നുള്ള രീതിയിൽ മാത്രം ഒതുങ്ങാതെ ബോണസുകൾ, അതുപോലെ മറ്റു പല ബെനിഫിറ്റുകളും ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കോമ്പൻസേഷനിലൂടെ മാറാനായിട്ട് തുടങ്ങിയതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയത്, ഇത് വായിച്ചു നോക്കി. ഇങ്ങനായോ? ഓക്കെ ആണോ? അടുത്തത് നോക്കാം കേട്ടോ. സിഗ്നിഫിക്കൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് കേട്ടോ. ഒരു കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ സിഗ്നിഫിക്കൻസ് കേട്ടോ, അതിന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്താണെന്നാണ് പറയുന്നത്. നോക്കാം. എ ഗുഡ് കോമ്പൻസേഷൻ ഇസ് എ മസ്റ്റ് ഫോർ എവറി ബിസിനസ് ഓർഗനൈസേഷൻ as it gives an employee a reason to stick to the company. അല്ലെ, അതായത് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് അത്യാവശ്യമാണ്, കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. എങ്കിൽ മാത്രമാണ് ആ എംപ്ലോയിക്ക് കുറെ അധികം കാലം ആ കമ്പനിയുമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കമ്പനിയിൽ ഒരുപാട് കാലം തുടരണമെങ്കിൽ അവരെ പ്രേരിപ്പിക്കുന്നത് എന്താണ്, ഈ പറയുന്ന കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആണ്. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും അതൊക്കെ എത്രയും ഇഫക്റ്റീവ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നോ അത്രത്തോളം കാലം ആ എംപ്ലോയി നമ്മുടെ കമ്പനിയിൽ നിൽക്കുകയും ചെയ്യും അല്ലെ. അതാണ് അവിടെ പറയുന്നത്. An organization gains from a structured compensation management in the following ways കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് കേട്ടോ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. അപ്പൊ ആ രീതിയിൽ ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ മാനേജ്മെന്റിലൂടെ ഒരു ഓർഗനൈസേഷന് എന്തൊക്കെ നേട്ടങ്ങളാണ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പറയുന്നത് കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഓരോ പോയിന്റുകളും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, എന്തൊക്കെയാണ് നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. ഇറ്റ് ട്രൈസ് ടു ഗിവ് പ്രോപ്പർ റീഫണ്ട് ടു ദ എംപ്ലോയീസ് ഫോർ ദെയർ കോൺട്രിബ്യൂഷൻസ് ടു ദ ഓർഗനൈസേഷൻ. അതായത് ഈ പറയുന്ന എംപ്ലോയീസ് അവർ ഓർഗനൈസേഷനിലേക്ക് കൊടുക്കുന്ന എല്ലാ കോൺട്രിബ്യൂഷൻസിനും അവർക്ക് ശരിയായ ഒരു റീഫണ്ട് ലഭിക്കും. എന്ന് പറഞ്ഞാല് ഒരു എംപ്ലോയി എത്രയും നന്നായിട്ട് ഒരു ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്നോ, എത്രത്തോളം അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നോ അതിനനുസരിച്ച് കൊണ്ട് അവർക്ക് എന്ത് ലഭിക്കും, ഒരു നല്ലൊരു റീഫണ്ട്, നല്ലൊരു പ്രതിഫലം അവർക്ക് എന്തെന്നു ഉറപ്പുവരുത്തുന്നു. എന്തിലൂടെ, കോമ്പൻസേഷൻ മാനേജ്മെന്റിലൂടെ. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇറ്റ് ട്രൈസ് ടു ഗിവ് പ്രോപ്പർ റീഫണ്ട് ടു ദി എംപ്ലോയീസ് ഫോർ ദെയർ കോൺട്രിബ്യൂഷൻസ് ടു ദ ഓർഗനൈസേഷൻ. Okay, then രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഇറ്റ് ഡിസ്കവേഴ്സ് എ പോസിറ്റീവ് കൺട്രോൾ ഓൺ ദ എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസ് ആൻഡ് മോട്ടിവേറ്റ്സ് ദം ടു പെർഫോം ബെറ്റർ ആൻഡ് അച്ചീവ് ദ സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സ്. അതുപോലെ തന്നെ ഒരു കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് എംപ്ലോയിയുടെ എഫിഷ്യൻസിയിൽ വളരെ നല്ലൊരു പോസിറ്റീവ് ആയിട്ട് ഒരു കൺട്രോൾ കൊണ്ടുവരികയാണ് അല്ലെ. എന്നുവെച്ചാൽ അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് എന്തിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കോമ്പൻസേഷൻ മാനേജ്മെന്റിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എംപ്ലോയീസിന് കുറേ കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനും അതുപോലെ കുറച്ചും കൂടെ ഒരു എന്താ പറയാ ഒരു നല്ലൊരു സ്പെസിഫിക് സ്റ്റാൻഡേർഡിൽ അവരുടെ ആ ഒരു പെർഫോമൻസിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് അല്ലെ കൊണ്ടുവരാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അവരെ മോട്ടിവേറ്റ് ചെയ്ത് കുറേ കൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും കുറച്ചും കൂടെ നല്ല സ്റ്റാൻഡേർഡ്സിൽ പെർഫോം ചെയ്യാനും ഒക്കെ അവരത് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് പറയുന്നത് കോമ്പൻസേഷൻ മാനേജ്മെന്റിലെ മറ്റൊരു എന്താണ് ആ ഒരു സിഗ്നിഫിക്കൻസ് ആണ് പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ഇറ്റ് ക്രിയേറ്റ്സ് എ ബേസ് ഫോർ ദ ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ വർക്ക് ഫോഴ്സ്. വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്,
അവിടുത്തെ എംപ്ലോയീസ് ആണ് കേട്ടോ. അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സിനെയാണ് നമ്മൾ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോമ്പൻസേഷൻ മാനേജ്മെന്റിലൂടെ നമുക്ക് ഈ പറയുന്ന വർക്ക് ഫോഴ്സ്, ദാറ്റ് മീൻസ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിനെ കുറെ കൂടെ ഹാപ്പിയർ ആക്കാനും കുറെ കൂടെ സംതൃപ്തമാക്കാനും നമുക്ക് അതിലൂടെ സാധിക്കും. അങ്ങനെ നമ്മൾ എത്രത്തോളം അവരെ ഹാപ്പി ആക്കി നിർത്തുന്നു, എത്രത്തോളം അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നു, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ് ലിമിറ്റ്സ് ദ ലേബർ ടേൺ ഓവർ. ടേൺ ഓവർ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ടേൺ ഓവർ കുറയ്ക്കാന്ന് പറഞ്ഞ് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ജോലി മതിയാക്കിയിട്ട് പോകുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആ ഒരു ടേൺ ഓവർ റേറ്റ് നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റും. കാരണം ഒരു എംപ്ലോയി എത്രത്തോളം ഹാപ്പി ആയിട്ട്, എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർക്ക് നല്ലൊരു അന്തരീക്ഷം ലഭിക്കുമ്പോൾ അവര് ജോലി മതിയാക്കി പോകുമോ? ഇല്ല. ആ ഒരു സ്ഥാപനത്തിനോട്, ആ സ്ഥാപനത്തിൽ എപ്പോഴും നിലനിൽക്കാനാണ് അവർ ശ്രമിക്കുക അല്ലെ. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ടേൺ ഓവർ കുറയ്ക്കാനായിട്ട് പറ്റും, ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് കോൺഫേഴ്സ് എ സ്റ്റേബിൾ ഓർഗനൈസേഷൻ. അതിലൂടെ നമുക്ക് ഓർഗനൈസേഷന്റെ നിലനിൽപ്പ് കുറെ കൂടെ സ്റ്റേബിൾ ആക്കാനും സാധിക്കും. അതായത് എത്രത്തോളം ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നോ അത്രത്തോളം ആ ഒരു ഓർഗനൈസേഷൻ സ്റ്റേബിൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകും അല്ലെ. അതേസമയം എംപ്ലോയീസ് ജോലി മതിയാക്കി അവിടെ നിന്ന് വിട്ടുപോവുകയാണെങ്കിലോ ആ ഓർഗനൈസേഷൻ എന്തെങ്കിലും സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും? ഇല്ല. അപ്പൊ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. പിന്നെ എന്താണ്? ഇറ്റ് എൻഹാൻസസ് the job evaluation process, which in return helps in setting up more realistic and achievable standards. Okay, അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കോമ്പൻസേഷൻ മാനേജ്മെന്റിലൂടെ നമുക്ക് എന്ത് വർദ്ധിപ്പിക്കാൻ പറ്റും? ജോബ് ഇവാലുവേഷൻ പ്രോസസ്സ് കുറച്ചുകൂടെ നമുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ജോബ് ഇവാലുവേഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ ഓരോ ജോലിയും അതിന്റെ വാല്യൂ, അതിന്റെ ആ ഒരു റെസ്പെക്ട്, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കുറെ കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, കുറെ കൂടെ നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ സെറ്റപ്പ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. പറഞ്ഞ മനസ്സിലായോ? അതായത് നല്ലൊരു കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല എന്ത് ചെയ്യാൻ പറ്റും? ജോബ് ഇവാലുവേഷൻ പ്രോസസ്സ് വർദ്ധിപ്പിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ജോലിയുടെയും വാല്യൂ, അതിന്റെ റോളുകള്, അതിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ, അതിനോട് ഓരോ ജോബ് റോളിനും അതിൻ്റെതായ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ ജോബ് ഇവാലുവേഷൻ പ്രോസസ്സ് നമുക്ക് കുറെ കൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു എന്താ പറയാ, കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറെ കൂടെ സ്റ്റാൻഡേർഡ് ഉള്ള മാനദണ്ഡം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഉള്ള കുറച്ചും കൂടെ ലക്ഷ്യങ്ങളൊക്കെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു അവൈഡ് വിത്ത് വാരിയസ് ലേബർ ആക്ട്സ് and this does not result in conflicts between the employee union and the management കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ടുള്ള ലേബർ ആക്ടുകൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കോമ്പൻസേഷൻ മാനേജ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ലേബർ ആക്ടുകൾ നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചില്ലേ നമ്മള്? ലേബർ ആക്ടുകൾ, അത് ഗ്രീവൻസ് ആക്ടുകള്, ഫാക്ടറി ആക്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് ലേബർ ആക്ടുകളൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, ഇതൊക്കെ എന്താണ്? ലേബർ ആക്ടുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ലേബർ ആക്ടുകളൊക്കെ പാലിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ കോമ്പൻസേഷൻ മാനേജ്മെന്റ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ചിട്ടാണ് നമ്മൾ കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഒക്കെ ഓർഗനൈസേഷന് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കില്ല? ഈ പറയുന്ന എംപ്ലോയി യൂണിയനും മാനേജ്മെന്റിനും ഇടയിൽ വലിയ കോൺഫ്ലിക്റ്റുകളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല അല്ലെ. കാര്യം കൃത്യമായിട്ടുള്ള ആക്ടുകൾക്ക് നിയമവിധേയമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഈ പറയുന്ന എംപ്ലോയി യൂണിയൻസിനും ഓർഗനൈസേഷൻ, ദാറ്റ് മീൻസ് നമ്മുടെ മാനേജ്മെന്റിന്റെ ഇടയിൽ ഒരിക്കലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള, സംഘർഷം ഉണ്ടാവാനുള്ള സാധ്യത അവിടെ കുറവാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ എന്താണ്? ദിസ് ക്രിയേറ്റ്സ് എ പീസ്ഫുൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്. അത് എംപ്ലോയർക്കും എംപ്ലോയിക്കും ഇടയിൽ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അതിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം അവർക്കിടയിൽ എന്തില്ല? കോൺഫ്ലിക്ട്സ് ഇല്ല. കോൺഫ്ലിക്ട്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എംപ്ലോയർക്കും എംപ്ലോയിയുടെയും ഇടയിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ റിലേഷൻഷിപ്പ് നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? ഇറ്റ് എക്സൈറ്റ്സ് ആൻ എൻവയോൺമെന്റ് ഓഫ് morale, efficiency and cooperation among the workers and ensures satisfaction to the workers.
അതുപോലെ നല്ലൊരു വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ മാനേജ്മെന്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയീസിന്റെ മൊറാലെ, ദാറ്റ് മീൻസ് അവരുടെ കോൺഫിഡൻസ് നമുക്ക് കുറെ കൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ മറ്റ് ജോലിക്കാരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു കോപ്പറേഷൻ അല്ലെ, ആ ഒരു എന്താ പറയുക സഹകരണ മനോഭാവം കുറെ കൂടെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും. അതിലൂടെ നമുക്ക് വർക്കേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷനും ഉറപ്പാക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെയാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറയുന്നത്? അതായത് ഒരു എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ അവർ നൽകുന്ന കോൺട്രിബ്യൂഷന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള റീഫണ്ട് അവർക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അവരുടെ എഫിഷ്യൻസിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കുന്നു. അത് എംപ്ലോയീസിനെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുകയും കുറെ കൂടെ പ്രൊഡക്റ്റീവ് ആയിട്ട് കുറെ കൂടെ സ്റ്റാൻഡേർഡോട് കൂടി അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് ഈ പറയുന്ന എന്താണ് എംപ്ലോയീസിന് കുറച്ചും കൂടെ എന്താ ഹാപ്പിനെസ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് എംപ്ലോയീസിന്റെ ടേൺ ഓവർ കുറയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് സ്ഥാപനത്തിന്റെ സ്റ്റെബിലിറ്റിയും ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്, നല്ലൊരു കോമ്പൻസേഷൻ മാനേജ്മെന്റിലൂടെ നമുക്ക് ജോബ് ഇവാലുവേഷൻ പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്യാനും കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറെ കൂടെ എന്താണ് സ്റ്റാൻഡേർഡുകളില് കുറച്ചും കൂടെ നിലവാരത്തില് നമുക്ക് അതിന്റെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. പിന്നെ എല്ലാവിധ ലേബർ ആക്ടുകളും പാലിച്ചുകൊണ്ടാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എംപ്ലോയി യൂണിയൻസിനും മാനേജ്മെന്റിനും ഇടയിൽ പ്രത്യേകിച്ച് സംഘർഷങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പൊ അവർക്കിടയിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നല്ലൊരു ഇഫക്റ്റീവ് കോമ്പൻസേഷൻ മാനേജ്മെന്റിലൂടെ നമുക്ക് എംപ്ലോയീസിന്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ പറ്റും, അവരുടെ ഇഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ പറ്റും, അവരുടെ ഒരു മറ്റുള്ള വർക്കേഴ്സുമായിട്ട് അവരുടെ ഒരു എന്താ പറയുക കോപ്പറേഷൻ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് വർക്കേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്താനും സാധിക്കും. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? ഇൻ ഷോർട്ട് we can say that the compensation management is required as it encourages employees to perform better and show their excellence as well as provides the growth and development options to the deserving employees. ചുരുക്കി പറഞ്ഞാല് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം നമുക്കൊരു നല്ല കോമ്പൻസേഷൻ മാനേജ്മെന്റിലൂടെ നമുക്ക് എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യാൻ പറ്റും അല്ലെ, കുറെ കൂടെ നല്ല രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാനും നല്ല ആ ഒരു എന്താ പറയാ നല്ല രീതിയിൽ അവരുടെ ആ ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനും അതുപോലെ അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനും ഒക്കെ എന്താണ് എൻകറേജ് ചെയ്യുന്നുണ്ട് അല്ലെ. എൻകറേജ് നല്ല പ്രതിഫലമൊക്കെ കൊടുത്ത് നല്ല ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ശരിക്കും എന്താണ് അവര് നല്ലോണം മോട്ടിവേറ്റഡ് ആവും അല്ലെ. നല്ലോണം മോട്ടിവേറ്റഡ് ആവും, നല്ലോണം നമുക്ക് എൻകറേജ് കൊടുക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും, സ്ഥാപനത്തിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ കമ്പോണന്റുകളാണ്. എന്തൊക്കെയാണ് കമ്പോണന്റുകൾ വരിക? നമ്മൾ കൊടുക്കുന്ന സാലറി, വേജ്, ആനുകൂല്യങ്ങൾ, ഇതൊക്കെയാണ് അതിൽ വരുന്ന കമ്പോണന്റുകൾ കേട്ടോ. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? ഓക്കെ ആണോ? ഇത് നമ്മൾ പഠിച്ചത് ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ്സിൽ 10 നമ്മൾ പഠിച്ചു. എന്താണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് മനസ്സിലാക്കി കേട്ടോ. ഓക്കെ, കോമ്പൻസേഷൻ മാനേജ്മെന്റില് പ്രാധാന്യം എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലാസ് ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഓക്കെ ആണല്ലേ? അപ്പോ നിങ്ങളിത് നല്ലപോലെ വായിക്കുക കേട്ടോ. വായിച്ച് മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സില് നമുക്ക് കുറച്ച് പോർഷൻസ് എടുത്തിട്ട് നമുക്കൊരു റിവിഷൻ ക്ലാസ് നടത്താം കേട്ടോ. ഓക്കെ, കാരണം നമ്മുടെ ടേം എക്സാമിന് മുമ്പായിട്ട് ഒരു റിവിഷൻ തരണമെന്ന് വിചാരിക്കുന്നുണ്ട്.
അപ്പൊ അത് നമുക്ക് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കുറച്ച് ഭാഗം എടുക്കാം, കുറച്ച് ഭാഗം എടുത്തിട്ട് നമുക്കത് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am.